Dear students, welcome back to another video class of Plus One Zoology. Plus One Zoology ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം എത്തിയിരിക്കുകയാണ്. അവസാന ഭാഗത്ത് എൻസൈംസ് ആണുള്ളത്. എൻസൈംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്ക് 2 വീഡിയോസിലായിട്ട് നടത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എൻസൈംസിൻ്റെ ആദ്യ പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് എൻസൈംസ്, അവയുടെ ഫങ്ഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ എൻസൈംസിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ദ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി, എൻസൈംസ് എങ്ങനെയാണ് ബയോളജിക്കൽ റിയാക്ഷൻസിനെ, മെറ്റബോളിക് റിയാക്ഷൻസിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ ലിവിങ് സ്റ്റേറ്റ്, അതായത് ലിവിങ് ഓർഗാനിസംസിൽ പലതരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻ നടന്നാൽ മാത്രമേ ആ ലിവിങ് ഓർഗാനിസത്തിന് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു ഡൈനാമിക് നേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊരു കൺസെപ്റ്റിലേക്ക്, എൻസൈംസ് എന്താണെന്നും അവയുടെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നും, നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച മെറ്റബോളിക് റിയാക്ഷൻസിനെ എങ്ങനെ അവ സ്വാധീനിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ വരാൻ പോകുന്നത്. ഏതായാലും ഒരുപാട് മുഖവുര നമ്മൾ പറഞ്ഞു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായ എൻസൈംസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ എൻസൈംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ എൻസൈംസ്, എന്താണ് എൻസൈംസ് എന്ന് നോക്കാം അല്ലേ. ആദ്യമേ പറയേണ്ടത് എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് which influence the speed of biochemical reactions. ഒരു ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന പലതരം റിയാക്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കിയതാണ്. അത്തരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളെയാണ്. എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഉൽപ്രേരകം, അങ്ങനെയാണ് മലയാളം പറയാം, ഉൽപ്രേരകം. അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അല്ലെങ്കിൽ നിരക്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളെയാണ് എന്ത് വിളിക്കുക? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനോർഗാനിക് കാറ്റലിസ്റ്റുകൾ നമ്മൾ പലതും കേൾക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ചേർന്ന് അമോണിയ ഉണ്ടാകുമ്പോൾ അവിടെ അയൺ, സ്പോഞ്ച് അയൺ എന്നറിയപ്പെടുന്ന അയൺ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അയൺ ഒരു കാറ്റലിസ്റ്റാണ്. അപ്പോൾ റിയാക്ഷനിൽ നേരിട്ട് ഇത് പങ്കെടുക്കുന്നില്ല, പക്ഷേ അത് റിയാക്ഷൻ്റെ ആക്സലറേഷൻ നടക്കണമെങ്കിൽ, റിയാക്ഷൻ വളരെ ഫാസ്റ്റായി നടക്കണമെങ്കിൽ അത് വേണം. അതേപോലെ ബയോകെമിക്കൽ റിയാക്ഷൻസിനെ വളരെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന അല്ലേ, ഇൻഫ്ലുവൻസിനെ പറയുള്ളൂ. കാരണം ചില എന്താ പറയുക കാറ്റലിസ്റ്റുകൾക്ക് ബയോകെമിക്കൽ റിയാക്ഷൻസിന് അല്ലെങ്കിൽ റിയാക്ഷൻസിൻ്റെ നിരക്കിനെ കുറക്കാനും പറ്റും. അതുകൊണ്ട് ഇൻഫ്ലുവൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുക ആ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യുന്നതാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എൻസൈംസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കിയല്ലോ. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ചുരുങ്ങിയത് എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് ഓർത്തു നോക്കുക. ഇപ്പോഴേ തിരിച്ചു വരാം. നമുക്ക് മറ്റെന്തൊക്കെയാണ് എൻസൈംസിൻ്റെ കുറിച്ച് പ്രത്യേകത? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ് എന്നൊരു ചൊല്ലുണ്ട്, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അതെന്തുകൊണ്ടെന്ന് അറിയാലോ. അതായത് വെർട്ടിബ്രേറ്റ് കോഡേറ്റ് കാറ്റഗറിയിലാണ്, പക്ഷേ എല്ലാ കോഡേറ്റുമാരെല്ലാം വെർട്ടിബ്രേറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എല്ലാ എൻസൈമുകളും പ്രോട്ടീനാണ്. അവയുടെ കെമിക്കൽ നേച്ചർ നോക്കിയാൽ പ്രോട്ടീനാണ്. പക്ഷേ എല്ലാ പ്രോട്ടീനും എൻസൈമാണോ? അല്ല. എൻസൈം അല്ലാത്ത അനേകം പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ നേരത്തെ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് മെറ്റീരിയലായിട്ടും അതേപോലെ ഹോർമോണായിട്ടും അതേപോലെ എന്താ പറയുക നമ്മുടെ ബോഡിക്ക് ഡിഫൻസ് മെക്കാനിസം നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനായിട്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രോട്ടീൻസ് എല്ലാം എൻസൈം അല്ല, പക്ഷേ എൻസൈമുകൾ നോക്കിയാൽ എന്താണ്, അത് പ്രോട്ടീൻ ആയിരിക്കുകയും ചെയ്യും. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഞാനിതൊരു തിരുത്തലിന് വേണ്ടി വിധേയമാക്കുകയാണ്. ആൾമോസ്റ്റ് ഓൾ എൻസൈംസ് എന്ന് പറയുന്നതാണ് നല്ലത്. ആൾമോസ്റ്റ് ഓൾ എൻസൈംസ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ അല്ലാത്ത എൻസൈമുകളും ഉണ്ട്, പ്രോട്ടീൻ അല്ലാത്ത എൻസൈംസും ഉണ്ട്. അപ്പോൾ അതായത് എന്താ പറയുക ന്യൂക്ലിക് ആസിഡുകൾക്കൊക്കെ, അതായത് RNAക്കൊക്കെ ചിലപ്പോൾ എൻസൈമായി പ്രവർത്തിക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞായിരിക്കും നല്ലത്.
ഓക്കെ, ഏതായാലും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നു എൻസൈംസിനെ കുറിച്ച്. എൻസൈംസ് ആർ സ്പെസിഫിക്. എൻസൈംസ് ആർ സ്പെസിഫിക്. നിങ്ങൾക്കൊരു ലോക്ക് ആൻഡ് കീ കാണാൻ പറ്റുന്നു അല്ലേ? നമുക്കെന്താ ഈ ലോക്കും കീയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ഒരു ഡോർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു സേഫ് ആയിരിക്കുന്ന കസ്റ്റഡിയിൽ വെക്കേണ്ട ഒരു പ്ലേസ് നമ്മൾ ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ലോക്ക് ചെയ്തു. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കീ എടുത്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ആ കീയും അതേപോലെ തന്നെ ലോക്കും തമ്മിൽ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് എൻസൈംസിന്റെ പ്രത്യേകത. എൻസൈംസ് ആർ സ്പെസിഫിക് മീൻസ് ഈച്ച് എൻസൈം ഹാസ് ഇറ്റ്സ് ഓൺ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് പുതിയ വാക്കായിരിക്കും. ഏത് സബ്സ്റ്റൻസിന്റെ മുകളിലാണോ എൻസൈം പ്രവർത്തിക്കാൻ പോകുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് എന്ന്. ഓക്കെ, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യാനാണ് ഒരു എൻസൈം പ്രവർത്തിക്കുന്നതെങ്കിൽ ഗ്ലൂക്കോസ് ഇസ് ദ സബ്സ്ട്രേറ്റ്. സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ സ്റ്റാർച്ച് ഈസ് ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഏതിന്റെ മുകളിലാണോ എൻസൈം പ്രവർത്തിക്കാൻ പോകുന്നത് അതാണ് ഒരു സബ്സ്ട്രേറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ഇവിടെ എൻസൈമും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റും തമ്മിൽ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്. എന്തുകൊണ്ട്? സ്പെസിഫിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും എൻസൈമിന് എവിടെയെങ്കിലും പോയിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി നോക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നു. അതായത് there are some enzymes, their chemical nature are found to be RNA. അപ്പം അത്തരത്തിൽ ന്യൂക്ലിക് ആസിഡുകൾക്ക് RNAക്ക് they can behave like enzyme. എൻസൈം പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന RNA ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം എൻസൈമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈബോസൈംസ്. അപ്പൊ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഓൾ എന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ ആണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ചില RNAക്ക് ന്യൂക്ലിക് ആസിഡുകൾക്ക് എൻസൈമായി പ്രവർത്തിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ന്യൂക്ലിക് ആസിഡുകളാണ് എൻസൈമായി പ്രവർത്തിക്കുന്നതെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആക്ടിങ് ആസ് എൻസൈം. കൂട്ടി വായിച്ചു നോക്ക്. റൈബോ ന്യൂക്ലിക് ആസിഡ് എൻസൈമായി പ്രവർത്തിക്കുന്നു. നമുക്ക് എന്ത് വിളിക്കാം? റൈബോസൈം എന്ന് വിളിക്കാം. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റൈബോസൈംസ് എന്ന് വിളിക്കാം. അടുത്തൊരു പോയിന്റ് കൂടെ പറയാനുള്ളത്, എൻസൈംസ് ഫോം ടേഴ്സറി സ്ട്രക്ചർ. എൻസൈംസിന് എന്തുണ്ട്? ടേഴ്സറി സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും അല്ലേ? അതായത് പ്രോട്ടീനിന്റെ മൂന്നാമത്തെ സ്ട്രക്ചറാണ് ടേഴ്സറി സ്ട്രക്ചർ. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലാണ് ഇത് 3D മോഡലായിട്ട് മാറുക അല്ലേ? അപ്പം അങ്ങനെ 3D മോഡലായി മാറുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഹാവിങ് സം സർവീസസ്. സർവിക്സ് എന്ന് പറഞ്ഞാൽ ചില പോക്കറ്റുകൾ. സർവിക്സിന്റെ പ്ലൂറലാണ് സർവീസസ്. ചില പോക്കറ്റുകൾ ഫോം ചെയ്യും അല്ലേ? ഇത്തരത്തിൽ എൻസൈമുകൾ ആ ടേഴ്സറി സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഈ പോക്കറ്റുകളെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. എന്താ വിളിക്കുന്നത്? ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിലേക്കാണ് സബ്സ്ട്രേറ്റുകൾക്ക് വന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഒരു കാര്യം കൂടെ, ഒരു കൺസെപ്റ്റോട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു എൻസൈം സ്പെസിഫിക് ആയി മാറുന്നത്? അതായത് ഓരോ സബ്സ്ട്രേറ്റുകൾക്കും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ എൻസൈമുകളുടെ ആക്റ്റീവ് സൈറ്റ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പം ഒരു സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറിനനുസരിച്ചുള്ള ആക്റ്റീവ് സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്ട്രേറ്റിന്റെ എൻസൈമിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന പ്ലേസിനെ അല്ലെങ്കിൽ ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, കാര്യം മനസ്സിലാക്കണേ. അപ്പം എൻസൈമിൽ എങ്ങനെയാണ് ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്തത്? when the enzyme forms the tertiary structure, 3-dimensional structure, അങ്ങനെ ചില പോക്കറ്റുകൾ സർവീസസ് ഫോം ചെയ്യുന്നു. ആ സർവീസസിലേക്കാണ് ആര് വന്ന് നിൽക്കാൻ പോകുന്നത്? സബ്സ്ട്രേറ്റ് വന്ന് റിയാക്ഷന്റെ സമയത്ത് നിൽക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എൻസൈമിനെ കുറിച്ചുള്ള ബേസിക് ആയ കൺസെപ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കാം, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നും അതേപോലെ തന്നെ ആക്ടിവേഷൻ എനർജിയെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഓക്കെ, എൻസൈംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ഓർത്തു വെക്കാം. അതായത് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അല്ലേ, രണ്ട് തരത്തിലുള്ള ചേഞ്ചസിലേക്കാണ് ഏതൊരു കെമിക്കൽ കോമ്പൗണ്ടും നീങ്ങുക. 2 types of changes will be there occurring in any type of chemical compound. എന്തൊക്കെയാണ് ഈ ചേഞ്ചസ്? നിങ്ങൾക്കറിയാം. അതായത് ഫിസിക്കൽ ചേഞ്ചും അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ച് അല്ലേ? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് വളരെ സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. അവിടെ പ്രധാനമായിട്ടും ബോണ്ടുകൾക്ക് ബ്രേക്കിംഗ് സംഭവിക്കില്ല. ഒരു കോമ്പൗണ്ടിനകത്തെ ബോണ്ടുകൾക്ക്, അതായത് ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയം ക്ലോറിനും തമ്മിൽ ഒരു അയോണിക് ബോണ്ട് ഉണ്ട് അല്ലേ? മീഥെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ അവിടെയൊക്കെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു കൊവാലന്റ് ബോണ്ട് ഉണ്ട് അല്ലേ? അതേപോലെ എന്താണ് മീഥെയിനിൽ കാർബണും ഹൈഡ്രജനും തമ്മിൽ ഒരു കൊവാലന്റ് ബോണ്ട് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബോണ്ടുകൾക്ക് കോവാലന്റോ അല്ലെങ്കിൽ അയോണിക്കോ കോർഡിനേറ്റോ ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടാണോ കെമിക്കൽസിൽ കാണുന്നത്, ആ ബോണ്ടുകൾക്ക് യാതൊരു ചേഞ്ചും സംഭവിക്കാതെ അല്ലേ
സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ഷേപ്പിൽ മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മാത്രം മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക? ദേ ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. ദേ ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. ഇപ്പോൾ ഇവിടെ കാണാം എന്താണ് ഐസ് മെൽറ്റായി പോകുന്നു അല്ലേ, അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അതേപോലെ എന്താണ് വെള്ളം ഇങ്ങനെ തിളക്കുന്ന സമയത്ത് സ്റ്റീം ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കമ്മിങ് ടു ദ കെമിക്കൽ ചേഞ്ച്, നമുക്കറിയാം കെമിക്കൽ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ ബോൺസ് ആർ ബ്രോക്കൺ ആൻഡ് ന്യൂ ബോൺസ് ആർ ഫോംഡ്. ബോണ്ട് ബ്രേക്ക് ആവുന്നെന്ന് മാത്രമല്ല പുതിയ ബോണ്ട് ഫോർമേഷൻ നടക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ അത്തരത്തിൽ മേ ബി ഓർഗാനിക് ഓർ ഇനോർഗാനിക് റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബേരിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടിച്ചേരുന്ന സമയത്ത് ബേരിയം സൾഫേറ്റും വാട്ടറും ഉണ്ടാകും. ഈ ബേരിയം സൾഫേറ്റ് ആക്ച്വലി ഇത് നമുക്കറിയാം പിന്നെ ബേരിയത്തിൻ്റെ ഒരു ടെസ്റ്റായിട്ട് നമ്മളിത് ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം ഹൈഡ്രജൻ എന്താ പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബേരിയം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് അല്ലേ, അപ്പോൾ ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യും. ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ബേരിയം പ്രസൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു റിയാക്ഷൻ കൂടിയാണിത്. ഏതായാലും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ബേരിയത്തിൻ്റെ ഈ OH ഗ്രൂപ്പുമായിട്ടുള്ള ബോണ്ട് ബ്രേക്കായി. അതേപോലെ സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജനും സൾഫേറ്റും തമ്മിലുള്ള ബോണ്ട് ബ്രേക്കായി. എന്നിട്ട് സംഭവിച്ചു ബേരിയത്തിൻ്റെ കൂടെ സൾഫേറ്റ് കൂടി ചേർന്നു, ഹൈഡ്രജൻ്റെ കൂടെ OH വന്നപ്പോൾ H2 ആയി മാറും. ഇതിൽ സംഭവിച്ച റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇനോർഗാനിക് റിയാക്ഷൻ കാണാൻ പറ്റും. ഈ ഓർഗാനിക് റിയാക്ഷൻസിലോ സ്റ്റാർച്ച് അത് വാട്ടറിൻ്റെ കൂടെ ചേർന്നിട്ട് പിന്നെ എൻസൈമായിട്ട് നമുക്ക് മാൾട്ടോസൊക്കെ വേണം അല്ലേ. ഫൈനലി എന്താണ് പിന്നെ വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫൈനലി ഗ്ലൂക്കോസ് ആക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റാർച്ച് വാട്ടറുമായി കൂടി ചേർന്ന് ഹൈഡ്രോളിസിന് വിധേയമാകുമ്പോൾ ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഇറ്റ്സ് എൻ ഓർഗാനിക് റിയാക്ഷൻ. ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ്, കെമിക്കൽ ചേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. ഫിസിക്കൽ ചേഞ്ചിൽ പ്രത്യേകിച്ച് ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നില്ല അല്ലേ. അവിടെ ഷേപ്പിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മാത്രം, ഒന്നുകിൽ അതിൻ്റെ അവസ്ഥ വെള്ളം നീരാവിയായി മാറുന്നു, അല്ലെങ്കിൽ എന്താണ് വെള്ളം ഐസായി മാറുന്നു, അത് സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ ഷേപ്പിൽ മാത്രം മാറ്റം വരുന്നു അല്ലേ. അങ്ങനെയുള്ള ചേഞ്ചസ് ഫിസിക്കൽ ചേഞ്ചുമാണ്. അപ്പോൾ ചേഞ്ച് നമുക്കറിയാം. ഏതായാലും ദ റേറ്റ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്, മെയിനായിട്ട് നമുക്ക് കെമിക്കൽ പ്രോസസ്സിനെ കുറിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ എന്താണ് നിരക്ക് എന്ന് പറഞ്ഞാൽ it is the amount of product formed per unit time. ഒരു നിശ്ചിത സമയം കൊണ്ട് എത്ര പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത്. റിയാക്ഷന്റെ റേറ്റ്, നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഒരു നിശ്ചിത സമയം കൊണ്ട്, യൂണിറ്റ് ടൈം മീൻസ് ഒരു നിശ്ചിത സമയം കൊണ്ട് എത്ര പ്രോഡക്റ്റ് ഉണ്ടായി അല്ലേ. നമ്മൾ തിരിച്ചും പറയാം, അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് എത്ര റിയാക്റ്റൻസ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു. കാരണം റിയാക്റ്റൻസിന് ഉപയോഗപ്പെടുന്ന സമയത്താണ് പ്രോഡക്റ്റായി മാറുക. നമ്മൾ തൽക്കാലം പ്രോഡക്റ്റിന്റെ കാര്യം വെച്ചുകൊണ്ട് പറയാണ് അല്ലേ. ഒന്നുകിൽ ഉപയോഗിച്ച് തീർന്ന അഭികാരകത്തിന്റെ അളവിലോ അല്ലെങ്കിൽ പുതുതായി ഫോം ചെയ്ത ഉൽപ്പന്നത്തിന്റെ പ്രോഡക്റ്റിന്റെ അളവിലോ നമുക്ക് റിയാക്ഷന്റെ റേറ്റ് കണക്കാക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റേറ്റ് ഓഫ് റിയാക്ഷനെ നമ്മൾ എങ്ങനെ ഒരു ഫോർമുലയായിട്ട് പറയാൻ പറ്റും? The rate of reaction is called, അല്ലെങ്കിൽ rate of chemical process is called, it is equal to delta P divided by delta T. എന്താ ഡെൽറ്റ പിയും ഡെൽറ്റ ടിയും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഫോർമുലയാണ്. എന്താ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ പി മീൻസ് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ്. നേരത്തെ നമ്മുടെ കയ്യിൽ 0 പ്രോഡക്റ്റ് ആണുള്ളത്, ഇപ്പൊ അതൊരു 10 ഗ്രാം കിട്ടി. അപ്പൊ അതാരാണ്? ഡെൽറ്റ പി ആരാണ് അല്ലേ, എന്താ പറയാ, പിന്നെ 10 ഗ്രാം ആണ്. ഇനി ഡെൽറ്റ ടി നമ്മൾ സമയം സ്റ്റാർട്ട് ചെയ്ത് 0 ടൈമിലാണ്, 0 സെക്കൻഡിലാണ്. ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ഡെൽറ്റ ടി ആരാണ്? ദാറ്റ് ഈസ് 5 സെക്കൻഡ്സ് ഓർ 10 സെക്കൻഡ്സ് ഓർ 1 മിനിറ്റ്. പലതും റിയാക്ഷൻ്റെ എന്താണ് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അല്ലേ, സമയമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും അപ്പോൾ നമുക്കിവിടെ സംശയം തോന്നിയേക്കുന്നത് ഓൾറെഡി പ്രോഡക്റ്റ് കുറച്ചുണ്ടായിട്ടുണ്ട്, ആയിക്കോട്ടെ കുഴപ്പമില്ല. അപ്പോൾ ഒരു 10 ഗ്രാം പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട്. ആ 10 ഗ്രാം 15 ഗ്രാമായി മാറാൻ വേണ്ടി എത്ര സമയം എടുത്തു? അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക, ഡെൽറ്റ പി എന്ന് പറയുന്നത് 5 ഗ്രാം ആണ് അല്ലേ. 5 ഗ്രാം ഉണ്ടാകാൻ വേണ്ടി 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് എടുത്തു. അപ്പോഴും നമുക്ക് അതാണ് അങ്ങനെയും റിയാക്ഷൻ്റെ റേറ്റ് കണക്കാക്കാം. എന്തായാലും നമ്മൾ ഒരുപാട് കോംപ്ലക്സിറ്റിയിലേക്ക്, ഒരുപാട് സങ്കീർണമായിട്ട് പോകേണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഒരു നിശ്ചിത സമയം കൊണ്ട് ഫോം ചെയ്ത പ്രോഡക്റ്റിന്റെ അളവാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ.
നമ്മളിത് പറയാനുള്ള കാരണം ആക്ച്വലി കെമിസ്ട്രിയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ നിങ്ങളെ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് എൻസൈംസ് വരുന്ന സമയത്ത് റിയാക്ഷന്റെ റേറ്റ് കൂടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റ് ആദ്യം പറയുന്നത്. അല്ലാതെ നമ്മൾ എന്താണ് ഡെൽറ്റ പിയും ഡെൽറ്റ ടിയും പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല. ഞാനത് അടുത്ത സ്ലൈഡിൽ വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കും എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു വന്നതുള്ളത്. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എത്രത്തോളം കൂട്ടാൻ എൻസൈമിന് കഴിയുമെന്നാണ്. ആദ്യം റേറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി ഇഫ് ദ ഡയറക്ഷൻ ഈസ് സ്പെസിഫൈഡ്. അതായത് ഒരു നിശ്ചിത ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ റിയാക്ഷൻ്റെയും വെലോസിറ്റി പറയാം, ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ റേറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ അല്ലേ. ജനറലി നമുക്ക് ടെമ്പറേച്ചർ വളരെ എന്താണ് റിയാക്ഷൻസിനെ വളരെ അഫക്റ്റ് ചെയ്യുന്നൊരു ഘടകമാണെന്ന് പറയാം അല്ലേ. പൊതുവെ എന്താണ് റേറ്റ് ഡബിൾസ് ഓർ ഡിക്രീസസ് ബൈ ഹാഫ് ഫോർ എവറി 10 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതായത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാറ്റം വരുത്തുകയാണെങ്കിൽ അപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റിൽ ഒന്നുകിൽ ഡബിൾ ആക്കാനോ അല്ലെങ്കിൽ ഹാഫ് ആക്കാനോ പറ്റും. എന്ന് വെച്ചാൽ എന്താ, 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും റിയാക്ഷൻ ഡബിളായി നടക്കും. 10 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ ഉള്ള റിയാക്ഷൻ്റെ റേറ്റ് പകുതിയായി പോകും. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അഫക്ട്സ് റിയാക്ഷൻസ് എന്ന് മനസ്സിലാക്കി നോക്കാം. ഇനി റേറ്റ് ഓഫ് എൻസൈം അല്ലേ, കാറ്റലൈസ്ഡ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെങ്കിൽ വെരി ഹൈ ആയിരിക്കും. അതായത് എൻസൈം ഉപയോഗപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ എൻസൈം ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ, എൻസൈം എന്താണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ എൻസൈം ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ അങ്ങനെ പറയാം. എൻസൈമാറ്റിക് റിയാക്ഷൻസ് പൊതുവെ വളരെ ഹൈ റേറ്റിലാണ് നടക്കുക. ഉദാഹരണമായിട്ട് ഒരു എന്താ പറയുക പിന്നെ എൻസൈം ഇവിടെ പരിചയപ്പെടുത്താൻ പോവാണ്, കാർബോണിക് എൻഹൈഡ്രേസ്. എന്താ എൻസൈമിന്റെ പേര്, കാർബോണിക് എൻഹൈഡ്രേസ്. ഈ കാർബോണിക് എൻഹൈഡ്രേസിന്റെ പ്രത്യേകത അല്ലേ, അപ്പോൾ അതൊരു ഫാസ്റ്റസ്റ്റ് എൻസൈം ആണെന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി പറയാൻ പോകുന്ന റിയാക്ഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കൂടിച്ചേർന്ന് H2CO3 എന്നറിയപ്പെടുന്ന കാർബോണിക് ആസിഡായി മാറുന്ന റിയാക്ഷൻ നമ്മുടെ ബോഡിക്കകത്ത് പലപ്പോഴും നടക്കുന്ന റിയാക്ഷനാണിത് അല്ലേ. പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ബ്ലഡിലൂടെ സാധ്യമാകുന്നത് ഇത്തരത്തിൽ കാർബോണിക് ആസിഡ് ഫോം ചെയ്തിട്ടാണ്. നമ്മൾ റെസ്പിറേഷൻ പഠിക്കുന്ന സമയത്ത് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കും. ഏതായാലും ഇവിടെ ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന റിയാക്ടൻസ്, അഭികാരങ്ങൾ? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ്, മറ്റൊന്ന് വാട്ടറാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോഡ അല്ലേ. സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, കാർബോണിക് ആസിഡാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സോഡ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറുള്ളത് അല്ലേ, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാട്ടറിലേക്ക് ഹൈ പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്. കാരണം നോർമൽ പ്രഷറിൽ ഡിസോൾവ് ചെയ്യില്ല. അതുകൊണ്ടാണ് സോഡ പൊട്ടിക്കുന്ന സമയത്ത് ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്, ആ പ്രഷർ അങ്ങ് റിലീസ് ആകുന്നത് അല്ലേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കൂടിച്ചേർന്ന് H2CO3 എന്നറിയപ്പെടുന്ന കാർബോണിക് ആസിഡ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് കാർബോണിക് എൻഹൈഡ്രേസ്. ഈ കാർബോണിക് എൻഹൈഡ്രേസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാർബോണിക് എൻഹൈഡ്രേസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ എന്താണ് കാർബോണിക് എൻഹൈഡ്രേസ് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക നിങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. എത്രത്തോളം സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ എൻസൈം ഓൺലി 200 മോളിക്യൂൾസ് 200 മോളിക്യൂൾ, അത് വളരെ ചെറുതാണ്, വളരെ കുറച്ചളവാണ്. 200 മോളിക്യൂൾ ആര് മാത്രം, കാർബോണിക് ആസിഡ് മാത്രമേ ഒരു മണിക്കൂർ കൊണ്ട്, ഒരു സെക്കൻഡ് എന്നോ ഒരു മിനിറ്റ് എന്നല്ല പറഞ്ഞത്, ഒരു മണിക്കൂർ കൊണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വെള്ളം എടുത്തു അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൽ ഫ്ലോ ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അതെന്താണ് കാർബോണിക് ആസിഡായി മാറണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 200 മോളിക്യൂളേ ഉണ്ടാവുള്ളൂ, വളരെ വളരെ കുറഞ്ഞ അളവിൽ. എന്നാൽ ഇവിടെ ഇതേ റിയാക്ഷൻ നമ്മൾ കാർബോണിക് എൻഹൈഡ്രേസ് എന്നുള്ള എൻസൈം അങ്ങ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്കകത്തൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് റിയാക്ഷനെ 10 മില്യൺ ടൈംസ് ആണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് എൻഹൈഡ്രേസ് നമുക്ക് 6 lakh മോളിക്യൂൾസ് പെർ സെക്കൻഡ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. ഒരു സെക്കൻഡിൽ, ഒരു മണിക്കൂറിലല്ല പറഞ്ഞത്, നമ്മൾ വീണ്ടും മാറി, ഒരു സെക്കൻഡിൽ എന്താണ് 6 lakh മോളിക്യൂൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് എന്താ പറയുക, റിയാക്ഷൻ എത്രത്തോളം ഒരു എൻസൈമിന് കാറ്റലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും എന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. അപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അതായത്
കാർബോണിക് അൻഹൈഡ്രേസ് എന്നുള്ളത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു ഫാസ്റ്റസ്റ്റ് എൻസൈമാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറുമായി കൂടിച്ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഈ എൻസൈം ഇല്ലായിരുന്നുവെങ്കിൽ മണിക്കൂർ കൊണ്ട് 200 മോളിക്യൂൾ മാത്രം ഫോം ചെയ്യുന്നത് ഈ എൻസൈം വരുന്നതോട് കൂടിയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് 6 lakh മോളിക്യൂൾസ് ആക്കി മാറ്റാൻ കഴിയുമെന്നത് ഈ എൻസൈമിന്റെ പ്രത്യേകതയാണ്. 10 million ടൈംസ് ആണ് റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ബോഡിക്കകത്ത് മെറ്റബോളിക് റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു ഒരു പാത്ത് വേ ആയിട്ടാണ് നടക്കുക എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് there will be several reactions involved in a single metabolic activity അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇൻ എ മെറ്റബോളിക് പാത്ത് വേ ഓരോ സ്റ്റെപ്പ് റിയാക്ഷനെയും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ എൻസൈം മതിയോ? ഇല്ല, ദർ ആർ ഡിഫറെൻറ്റ് എൻസൈംസ് അല്ലേ. അവിടെ നമുക്കറിയാം എന്താണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞത് അല്ലേ, ഗ്ലൂക്കോസിനെ 2 പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന, അതായത് ഒരു 6 കാർബൺ കോമ്പൗണ്ടിനെ 2 3 കാർബൺ കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുക അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുക അല്ലേ. ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക 10 ഡിഫറെൻറ്റ് എൻസൈംസ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മൾ ഓരോ എൻസൈമിൻ്റെയും പേര് പഠിക്കേണ്ടതില്ല, നിങ്ങൾ ഈ ഒരു എന്താ പറയുക പിന്നെ പാത്ത് വേ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ബോട്ടണിയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ഇത്തരം റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് നമ്മളിവിടെ ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ആദ്യഘട്ടത്തിൽ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ആ സമയത്ത് ആവശ്യമായിരിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ഹെക്സോകൈനേസ് അല്ലേ. ആ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറിസത്തിന് വിധേയമാകുന്നു, ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആയി മാറുന്നു. അത് നമുക്ക് വിളിക്കുന്നത് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്നുള്ള എൻസൈമാണ്. അങ്ങനെ എന്താണ് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്, ആൽഡോലേസ്, അങ്ങനെ എന്താണ് പൈറുവേറ്റ് കൈനേസ് വരെയുള്ള ഡിഫറെൻറ്റ് എൻസൈമുകൾ ഇൻവോൾവ്ഡ് ആയി മാറുന്ന സമയത്താണ് ഫൈനലി വി ഗെറ്റ് പൈറുവേറ്റ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം, മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പാത്വേസ് അല്ലേ. മെറ്റബോളിക് പാത്വേസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എന്താണ് റിയാക്ഷൻസ് ഇൻവോൾവ്ഡ് ആണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ആ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് എൻസൈംസും ആവശ്യമുണ്ടാകും. കാരണം ഓരോ സ്റ്റെപ്പിലും ഒരു റിയാക്ഷൻ നടക്കുക എന്നുള്ളതാണ് അല്ലേ. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള എൻസൈം അനിവാര്യമാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ, അല്ലെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കാറ്റലിറ്റിക് സൈക്കിൾ എങ്ങനെയാണ് സാധ്യമാകുന്നത്, എൻസൈം എങ്ങനെയാണ് ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചറാണ് പറയാൻ പോകുന്നത്. ഇത് പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു ലോക്കും കീയും ഓർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആക്ച്വലി എന്താണ് ഒരു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസ് തന്നെയാണ് ഇവിടെ വർക്ക് ഔട്ട് ചെയ്യുന്നതെന്ന് പറയാം അല്ലേ. അതായത് എൻസൈമിനെ എന്താ പറയുക ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈമിന് മുകളിൽ പ്രത്യേകമായ ആക്റ്റീവ് സൈറ്റുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻസൈം ആക്ട് വിത്ത് സബ്സ്ട്രേറ്റ് ജസ്റ്റ് ലൈക്ക് ലോക്ക് ആൻഡ് കീ മോഡൽ ആക്ഷൻ അല്ലേ. ലോക്ക് ആൻഡ് കീ മോഡൽ, അതായത് ലോക്കായിട്ട് നമ്മളിവിടെ ആരെ കണക്കാക്കുന്നു, എൻസൈം. അതിനകത്തേക്ക് സ്പെസിഫിക് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന, ഫിക്സ് ആയി മാറുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആരെയാണോ ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് റിയാക്ഷനെയാണോ എന്താ പറയുക കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു സബ്സ്റ്റൻസ് വരാൻ പോകുന്നത് ആരാണ്, നമ്മുടെ കീ ആണ് അല്ലേ. അതാണ് സബ്സ്ട്രേറ്റ്. അപ്പം നമ്മുടെ എൻസൈം ആരാണ്, ലോക്കാണ്. അതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആരാണ്, കീ ആണ്, സബ്സ്ട്രേറ്റ്. അപ്പോൾ അതിൽ ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ എന്താണ് പരിചയപ്പെടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആക്റ്റീവ് സൈറ്റ് ഉണ്ടായത്. എൻസൈം പ്രോട്ടീൻ ആണ്, അതൊരു ടെർഷ്യറി സ്ട്രക്ചറിലേക്ക് ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് ചില സെർവിക്സുകൾ ഉണ്ടാകും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുക. അപ്പോൾ ആദ്യം നടക്കുന്ന കാര്യം എന്താണ്, ഈ എൻസൈം സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് ഒന്ന് ബൈൻഡ് ചെയ്യും. മനസ്സിലാക്കണേ, സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് നമ്മൾ നോക്കുക. ഇത് എൻസൈമാണ്, അതിൻ്റെ ഒരു ആക്റ്റീവ് സൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടേക്ക് ഒന്ന് ആർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നു, സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു എൻസൈം ഏത് സബ്സ്ട്രേറ്റ് എന്നുള്ള കാര്യം കുറച്ചുകൂടെ വ്യക്തമായി പറയും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം അല്ലേ. അപ്പോൾ ആദ്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇയും എൻസൈമായ ഇയും സബ്സ്ട്രേറ്റ് ആയ എസും ഒരുമിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തെന്താണ്, this induces some changes in the enzyme so that the substrate is tightly bound with the active site of enzyme to form an enzyme
സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇത്രയൊന്നും ഓർക്കേണ്ടതില്ല. നിലവിൽ എൻസൈം ഒരു ഭാഗത്തുണ്ട്, സബ്സ്ട്രേറ്റ് വേറെയുണ്ട്. അവ തമ്മിൽ എന്താണ് ഒരു റിയാക്ഷൻ നടക്കാൻ പോവാണ്. അങ്ങനെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നില്ലേ? ഇതൊരു കോംപ്ലക്സ് ആണ് അല്ലേ? ഈ കോംപ്ലക്സ് താൽക്കാലികമായി ഉണ്ടാകുന്നതാണ്, നമുക്ക് ബ്രേക്ക് ചെയ്ത് പോകും. അതുകൊണ്ടാണ് കോംപ്ലക്സ് എന്ന് പറഞ്ഞത് അല്ലേ? ആ കോംപ്ലക്സ് താൽക്കാലികമായിട്ട് ഫോം ചെയ്യുകയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. നമ്മളതിനെ ES എന്ന് വിളിക്കും. E വേറെയായിരുന്നു നേരത്തെ, S വേറെയായിരുന്നു. ഇപ്പം അതാരായി മാറി? ES ആയി മാറി. കേൾക്കണേ. ഇനി അടുത്തെന്താ സംഭവിക്കുന്നത്? ദ ആക്റ്റീവ് സൈറ്റ് ബ്രേക്സ് കെമിക്കൽ ബോണ്ട് ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് സബ്സ്ട്രേറ്റ് ഒരു വലിയ പ്രോഡക്റ്റ്, ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും, അത് പ്രോഡക്റ്റായി മാറാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് പല സംഭവങ്ങളും കൂടി ചേർന്നിട്ട് ഇങ്ങനെ കെമിക്കൽ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ദ ആക്റ്റീവ് സൈറ്റ് ബ്രേക്സ് കെമിക്കൽ ബോണ്ട് ഓഫ് ദ സബ്സ്ട്രേറ്റ്. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റായി മാറില്ല, പകരം പ്രോഡക്റ്റ് ആകുന്നതിന് മുമ്പ് ഒരു കോംപ്ലക്സ് ഉണ്ടാകും. അതാണ് ആര്? എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. അപ്പം ES ഇപ്പം ആരായി മാറി എന്നർത്ഥം? EP ആയി മാറി. ES ആരായി മാറി? EP ആയി മാറി. ഓക്കെ, അപ്പോൾ ES EP ആയി മാറുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇപ്പം നമുക്ക് ആരെ കിട്ടുന്നു? ES EP ആയി മാറുന്ന കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് നോക്കണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദ എൻസൈം റിലീസസ് ദ പ്രോഡക്റ്റ്. എൻസൈം എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഫ്രീ എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് ടു അതർ മോളിക്യൂൾ. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? E+P കിട്ടി. അപ്പോൾ ഇവിടെ ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്രീ ആയിരിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് അടുത്ത നേരെ തിരിച്ചു വന്ന് പുതിയൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ബൈൻഡ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും എൻസൈം കാറ്റലിസ്റ്റ് ആണല്ലോ, അത് അതേപോലെ തന്നെ ഉണ്ടാകും അല്ലേ? എൻസൈമിന് മാറ്റം വരുമോ? ഇല്ല. എൻസൈം വിൽ ബി ദെയർ ആസ് സച്ച്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവിടെ കാറ്റലിറ്റിക് റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റുകൾക്ക് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ ബാക്കി ഉണ്ടാകും. അതെങ്ങനെ സാധ്യമെന്ന് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കി വെക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ E+S ആണ് ആദ്യം ഉള്ളത്. എൻസൈം വേറെ, സബ്സ്ട്രേറ്റ് വേറെ. അത് രണ്ടും ചേർന്നൊരു കോംപ്ലക്സ് ആയി മാറി, ES ആയി മാറി. ഇനി ആ ആക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതിനകത്ത് കെമിക്കൽ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്ത് കളയും. ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റും എൻസൈമും ചേർന്നൊരു കോംപ്ലക്സ് ആയി മാറി, EP എന്ന് പറയാം അല്ലേ? ഫൈനലി എൻസൈം വേറെ, പ്രോഡക്റ്റ് വേറെയായി മാറുന്നു. അപ്പോൾ എൻസൈം ഫ്രീ ആയി. ആൻഡ് ദിസ് എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് അനദർ മോളിക്യൂൾ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഒരു മറ്റൊരു മോളിക്യൂളിനെ ബൈൻഡ് ചെയ്യാനുള്ള ഭാഗത്തിൽ ആരായി മാറിയിട്ടുണ്ട്? എൻസൈമായി മാറിയിട്ടുണ്ട്. ഇതാണ് നേച്ചർ ഓഫ് എൻസൈമാറ്റിക് ആക്ഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ദിസ് വൺ ഈസ് ദ നേച്ചർ ഓഫ് എൻസൈമാറ്റിക് ആക്ഷൻ. എൻസൈം ആക്ഷൻ്റെ നേച്ചർ ഇതാണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കാറ്റലിറ്റിക് സൈക്കിൾ എന്ന് വിളിക്കാം. മറ്റൊരു പേരെന്താണ്? കാറ്റലിറ്റിക് സൈക്കിൾ. എന്തുകൊണ്ടാണ് സൈക്കിൾ എന്ന് പറഞ്ഞത്? എൻസൈം ഫ്രീ ആയി വീണ്ടും അതിങ്ങനെ ഒരു ചക്രമായി കറങ്ങിക്കൊണ്ടിരിക്കും, പുതിയ സബ്സ്ട്രേറ്റിനെ എന്താണ് കൺവേർട്ട് ചെയ്തുകൊണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് കാറ്റലിറ്റിക് സൈക്കിൾ. ഏതായാലും ഈ ഒരു കാറ്റലിറ്റിക് സൈക്കിൾ നടക്കുന്ന സമയത്ത് ES എന്ന് പറയുന്ന കോംപ്ലക്സും EP എന്ന് പറയുന്ന കോംപ്ലക്സും ഒക്കെ ടോട്ടലി ആരെന്ന് മനസ്സിലാക്കണം. അവയൊക്കെ ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അൺസ്റ്റേബിളായ ചില സ്റ്റേറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? അപ്പം ദിസ് പാത്വേ ഗോസ് ത്രൂ സം അൺസ്റ്റേബിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ. ES EP ഒക്കെ ആരാണ്? എന്താ പറയുക, ഇത്തരത്തിലുള്ള അൺസ്റ്റേബിളായ സ്ട്രക്ചേഴ്സാണ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചറാണ്. അതായത് ഒന്നിൽ മറ്റൊന്നിലേക്ക് മാറിപ്പോകുന്ന സ്ട്രക്ചറാണ്. ഫൈനലി സ്റ്റേബിൾ ആകുന്നപ്പോഴാണ് പ്രോഡക്റ്റായി മാറുമ്പോഴാണ്. പ്രോഡക്റ്റ് ആയാൽ സ്റ്റേബിൾ സ്ട്രക്ചറായി മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക കാറ്റലിറ്റിക് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാനുള്ളത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ദ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി, അല്ലെങ്കിൽ ഹൗ ഡു എൻസൈംസ് സ്പീഡ് അപ്പ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് എൻസൈംസ് സ്പീഡ് അപ്പ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആക്ടിവേഷൻ എനർജി എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ആക്ടിവേഷൻ എനർജി എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊരു റിയാക്ഷൻ, അത് കെമിക്കൽ റിയാക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻ ആവട്ടെ, ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ പറ്റും. ആക്ടിവേഷൻ എനർജി ഈസ് ദ അഡീഷണൽ എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ
എക്സ് ആക്സിസിൽ റിയാക്ഷൻ്റെ പ്രോഗ്രസ്സും അതേപോലെ തന്നെ വൈ ആക്സിസിൽ ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആവശ്യമായിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുമായാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറലാണല്ലോ റിയാക്ഷൻ. അപ്പോൾ ആ പ്രോഡക്റ്റായി മാറുന്നതിന് മുമ്പ് നമുക്കറിയാം ആ സബ്സ്ട്രേറ്റ് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലാണ് ഉണ്ടാകുക. ആ എനർജി ലെവലിൽ നിന്ന് പ്രോഡക്റ്റായി മാറുമ്പോഴത്തേക്ക് അതിനേക്കാൾ താഴ്ന്ന ഒരു എനർജി ലെവലിലേക്ക് വരും. പക്ഷേ ആ താഴ്ന്ന എനർജി ലെവലിലേക്ക് വരണമെങ്കിൽ അവയ്ക്ക് ഒരു എക്സ്ട്രാ എനർജിയിലേക്ക് ചാടേണ്ടതുണ്ട്, എക്സ്ട്രാ എനർജിയിലേക്ക് ആദ്യം എത്തിച്ചേരേണ്ടതുണ്ട്. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ പലപ്പോഴും ഒരുപാട് മോളിക്യൂൾസിന് ഈ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് അറ്റൈനബിൾ ആകില്ല, അപ്രോച്ചബിൾ ആകില്ല. അപ്പൊ അങ്ങനെ ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിയാക്ഷൻ നടക്കാതെ പോകും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയി നടക്കും, അല്ലെ? ആർക്കാണോ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്, ഏത് മോളിക്യൂളാണോ കഴിയുന്നത്, ആ മോളിക്യൂൾ മാത്രം പ്രോഡക്റ്റായി മാറും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആക്ടിവേഷൻ എനർജി ഒന്ന് താഴ്ന്നു വന്നാലോ കൂടുതൽ എന്താണ് മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും അതുവഴി റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് തന്നെ വളരെ കൂടുതലായിട്ട് കാണാനും പറ്റും. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വേറൊരു തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, മറ്റൊരു തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു ഹൈ ജമ്പ് നടക്കുകയാണ്, ഒരു ഗ്രൗണ്ടിൽ ഒരു ഹൈ ജമ്പ് നടക്കുകയാണ്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ജമ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൈ ജമ്പ് പിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ 2 പോൾ, അതിനിടയിലൊരു എന്താ പറയുക ഹൈ ജമ്പിൻ്റെ ബാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്നായിട്ട് സ്പോർട്സിലൊക്കെ ആക്റ്റീവായിരിക്കുന്ന കുട്ടികൾക്ക് ആ വെച്ചിരിക്കുന്ന ഹൈറ്റ് എത്രയായാലും കുഴപ്പമില്ല, അവരത് ചാടി കടന്നോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലാസ്സിൽ സ്പോർട്സിലൊന്നും ആക്റ്റീവ് അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഹൈ ജമ്പിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെ പങ്കെടുക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ഹൈറ്റ് ചാടിക്കിടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ സ്പോർട്സിന്റെ അധ്യാപകൻ, നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അധ്യാപകൻ എല്ലാ കുട്ടികളെയും വിളിച്ചു വന്നോളൂ, കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ആൾക്കാർക്കും ഇന്ന് ഹൈ ജമ്പിൽ പങ്കെടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഈ ഹൈ ജമ്പിന് വെച്ചിരിക്കുന്ന ഹൈറ്റ് ബാർ എന്ത് ചെയ്യണം, താഴ്ത്തി വെക്കുക. അങ്ങനെ കുറെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ്സിലുള്ള ചെറിയ മക്കൾക്കും അതേപോലെ തന്നെ ക്ലാസ്സിലുള്ള സ്പോർട്സിലൊന്നും ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾക്ക് പോലും അത് ചാടി കടന്നിട്ട് ഹൈ ജമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എൻസൈംസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സബ്സ്ട്രേറ്റുകൾക്ക് എന്താ പറയുക, ഒരു ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു വലിയ ഹൈറ്റിലേക്ക് ചാടേണ്ടി വരുന്നു. എന്നാൽ എൻസൈം വരുന്ന സമയത്ത് ഈ ആക്ടിവേഷൻ എനർജി താഴ്ന്നു വരികയും അതിന്റെ ഫലമായിട്ട് കൂടുതൽ മോളിക്യൂൾസിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറയാം. ഇതാണ് സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ എന്താണ് ആക്ടിവേഷൻ എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കി. സബ്സ്ട്രേറ്റുകൾ പ്രോഡക്റ്റായി മാറുമ്പോൾ എത്തിച്ചേരേണ്ട ഈ ഹൈ എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അഡീഷണൽ എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സാധാരണഗതിയിൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് എക്സോതെർമിക് ഓർ എൻഡോതെർമിക് റിയാക്ഷൻസ് ഉണ്ടാകാം. സബ്സ്ട്രേറ്റ് മസ്റ്റ് ഗോ ത്രൂ സച്ച് എ ഹയർ എനർജി സ്റ്റേറ്റ്. ആൻഡ് ഈ ഹയർ എനർജി സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ എന്താ വിളിക്കുന്നത്, ഈ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേര്, ഇതാണ് താൽക്കാലികമായ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്തും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന താൽക്കാലിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് എനർജി ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയാം. അപ്പോൾ സബ്സ്ട്രേറ്റും അതേപോലെ എന്താണ് ഈ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിരിക്കുന്ന ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് ഒന്നുകൂടെ വിശദീകരിക്കാം. അതായത് എൻസൈമുകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഈ സബ്സ്ട്രേറ്റുകൾ ഇത്രയും വലിയ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരുന്നു. ഗ്രാഫ് ശ്രദ്ധിക്കണേ, എൻ്റെ പോയിന്റർ. എന്നാൽ നമ്മൾ എൻസൈം ആഡ് ചെയ്യുന്നതോടൊപ്പം എന്താ സംഭവിക്കുന്നത്, എൻസൈം ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റ് താഴ്ന്നു വരുന്നു, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി താഴ്ന്നു വരുന്നു. വളരെ ചെറിയ ആക്ടിവേഷൻ എനർജി ലഭിച്ചാൽ തന്നെ പ്രോഡക്റ്റായി മാറാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇതാണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ആക്ടിവേഷൻ എനർജിയെ ലോവർ ചെയ്യുക എന്നതാണ് എൻസൈമുകളുടെ റോൾ എന്ന് പറയാം. ഇതാണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഓക്കെ,
നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുക എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ പറയുന്ന സമയത്ത് പ്രോഡക്റ്റുകൾക്ക്, അതായത് ഫൈനലി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾക്ക് അവ ദേ ആർ ഹാവിംഗ് ലോവർ എനർജി ലെവൽ ദാൻ ദ സബ്സ്ട്രേറ്റിനേക്കാൾ താഴ്ന്ന ഒരു ലോവർ എനർജി ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ അത്തരം റിയാക്ഷൻസ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലേ, താപം പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള താപമോചക പ്രവർത്തനം. അപ്പോൾ ഇറ്റ് റിക്വയർസ് നോ എനർജി ബൈ ഹീറ്റിംഗ് ടു ഫോം ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റായി മാറാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരില്ല, ചൂടാക്കേണ്ടി വരില്ല. അതേസമയം ഇൻ എ ബയോകെമിക്കൽ റിയാക്ഷൻ എൻസൈംസ് ചെയ്യുന്ന കാര്യം എന്താണ്? ദാറ്റ് ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി ആസ് എ റിസൾട്ട് സ്പീഡിംഗ് അപ്പ് ദ റിയാക്ഷൻ. നമുക്കറിയാം എന്താണ് ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ട്രേറ്റിനേക്കാൾ ഉയർന്ന ഒരു അളവിലാണ് പ്രോഡക്റ്റിന്റെ എനർജി ലെവൽ ഉണ്ടാകുക അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയുക, ചൂട് കൊടുക്കുന്ന എൻഡോതെർമിക്, ഉള്ളിലേക്ക് ഹീറ്റ് സ്വീകരിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. നമുക്ക് ഇവിടെ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷനെ കുറിച്ച് കൂടുതൽ ഡിഫറൻസ് ഇവിടെ പരിചയപ്പെടാനില്ല. എൻസൈമുകൾ ഒരു റിയാക്ഷനിൽ എന്ത് പ്രവർത്തനം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഇൻ ബയോകെമിക്കൽ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം എൻസൈംസ് ചെയ്യുന്ന കാര്യം എന്താണ്? ദേ ലോവർ ദ ആക്ടിവേഷൻ എനർജി ആക്ടിവേഷൻ എനർജി താഴ്ത്തിക്കൊണ്ടുവരുന്നു. ആസ് എ റിസൾട്ട് ദാറ്റ് വിൽ ബി സ്പീഡിംഗ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. കാര്യം ക്ലിയർ ആണല്ലോ. ഈ ഗ്രാഫ് പലപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഒരുപക്ഷെ ഈ ഗ്രാഫ് തന്നിട്ട് അതിനെക്കുറിച്ച് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ്, അതായത് എൻസൈം ഉള്ളതോ ഇല്ലാത്തതോ ആയ ഗ്രാഫ് തന്നിട്ട് മാറ്റി വരക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. ഇനി അല്ലെങ്കിൽ ഇവിടെ ലാബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാം ഓരോ ഭാഗങ്ങളും. ഏതായാലും ഇവിടെ സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന താൽക്കാലിക അവസ്ഥയിലേക്ക് നീങ്ങണമെങ്കിൽ ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തണം. ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ മാത്രമേ പ്രൊഡക്റ്റായി മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കൺസെപ്റ്റ് അല്ലെ. ആ ആക്ടിവേഷൻ എനർജിയെ താഴ്ത്തുക എന്നുള്ളതാണ്, ദാറ്റ് വിൽ ബി ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി എന്നതാണ് എൻസൈമുകളുടെ റോൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ എന്താ പറയാ പിന്നെ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ ഒന്നുകൂടെ മനസ്സിലാക്കുന്നു, ഇൻ ബയോകെമിക്കൽ റിയാക്ഷൻസ് എൻസൈംസ് ലോവർ ദ ആക്ടിവേഷൻ എനർജി, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻസൈമുകളെ കുറിച്ച് പരിചയപ്പെടുന്ന ഈ ഒരു ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഇനി നമുക്ക് എൻസൈംസിന്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, എൻസൈംസിന് എങ്ങനെയാണ് നെയിമിംഗ് നൽകുന്നത്, അതേപോലെ ഇത് ക്ലാസിഫിക്കേഷൻ എന്താണ്, അതേപോലെ എൻസൈമുകൾ ആക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി എൻസൈമുകളുടെ കൂടെ ഒരു നോൺ പ്രോട്ടീനായ പാർട്ട് കൂടെ കാണും, അതിനെ നമുക്ക് കോ ഫാക്ടർ എന്ന് വിളിക്കുക. ആ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ അവസാന ഭാഗം വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അതായത് ഒരു കുഞ്ഞു ഭാഗം കൂടെ ബാക്കിയുണ്ടെന്ന് അർത്ഥം. അപ്പം അടുത്തൊരു ക്ലാസ്സോട് കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുക, ബയോമോളിക്യൂൾസിൻ്റെ ചാപ്റ്റർ അവസാനിപ്പിക്കുക. സോ ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് ബൈ. വീഡിയോ കണ്ടതിന്, ക്ലാസ് ശ്രവിച്ചതിന് എല്ലാവിധ നന്ദിയും. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു വെരി മച്ച്.